നന്നായിരുന്നു. വെരി നൈസ് ഫിലിം. ഒരു ഇംഗ്ലീഷ് ഫിലിമിന്റെ ഫീൽ ഉണ്ട്. നന്നായിരുന്നു. വിനീതിന്റെ വേറൊരു ടൈപ്പ്. വിനീത് ഇതുവരെ ചെയ്യാത്ത ഒരു ജോൺറ്, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. കേട്ടില്ല. എല്ലാവരും വീണ്ടും വീണ്ടും പറയാണ് ലാലേട്ടൻ അഭിമാനമാണ്, ആ സദസ്സും അത് വാങ്ങി തിരികെ കേരളത്തിലേക്ക്. എനിക്ക് ഇപ്പൊ ചേട്ടൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇനി 1-2 കൊല്ലത്തിൽ ഒരു 50 years ആവുമ്പോൾ ഉണ്ട്. അതിൽ ഒരു 35 years ചേട്ടൻ്റെ കൂടെ ഈ ഒരു ജേർണിയിൽ കൂടെ നിൽക്കാൻ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ബ്ലെസ്ഡ്. ആൻഡ് ഇത് എനിക്ക് മാത്രമല്ല, my family and I think whole of Kerala is enjoying this life. So I'm very blessed and very proud. ലാലേട്ടൻ പറയുന്നൊരു വരിയുണ്ട്, എൻ്റെ ആത്മാവാണ് സിനിമ എന്നുള്ളത്. ആണല്ലോ. അതിനെപ്പറ്റി മുൻപേ അറിയാമായിരുന്നു പ്രസംഗത്തിൽ ആ വരി ഉൾപ്പെടുത്തുമെന്ന്? ഇല്ല, എനിക്ക് അറിഞ്ഞില്ല. അവിടെ എന്ത് പറയാൻ പോകണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ എല്ലാവരെയും പോലെ ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആൻഡ് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. എങ്ങനെയുണ്ട്? മുമ്പേ അറിയാവുന്ന ആളുകളാണ്, അവരുടെ ഒരു ക്ലാസ് മൂവി തിര എവിടെ കഥ അവസാനിപ്പിച്ചു അവിടെയാണ് കര തുടങ്ങുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാരും അങ്ങനെയാ പറഞ്ഞേ, പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ തിര കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഇതൊന്ന് ഞാൻ ഫ്രഷ് ആയി കണ്ടു. ഇത് ഈ സിനിമ എന്താണ് ഒന്നും അറിയാതെ കണ്ടു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് വിനീതിന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ജോൺറ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണോ. തിര കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഞാൻ പറഞ്ഞു, വിനീത് ഇങ്ങനത്തെ പടം എടുക്കോ, അങ്ങനെ ആയിപ്പോയി. വെരി നൈസ്. ജോൺ വിക്ക് മോഡലുള്ള ഒരു പടം, മാൻ ഓൺ എ മിഷൻ പടം, അത് വിനീത് ചെയ്യുന്നു. എത്രമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിന്റെ തുടക്കം മുതലേ? പ്രതീക്ഷ ആദ്യം ന്യൂബിള് പറയണ്ടേ? പറഞ്ഞു. എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. കാരണം ആദ്യം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ന്യൂബിൾ ആക്ച്വലി ഒരു 2 years ആയിട്ട് ഈ സ്ക്രിപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം 2023 വിനീത് കേട്ട് വീണ്ടും ട്വീറ്റ് ചെയ്ത് കണ്ടല്ലോ ആക്ഷൻ്റെ കണ്ടതല്ല, മൊത്തം ന്യൂബിൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്കും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക മൊമെന്റ് ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോൾ. നിങ്ങൾക്കെല്ലാം എന്ത് തോന്നി? അത് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയെന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മളെല്ലാം നിങ്ങളുടെ സിനിമ കണ്ടതിന്റെ സന്തോഷം. അതെ. മലയാളം സിനിമ. Thank you very much. Thank you. It's a pleasure. What does it feel when you see yourself on a big screen on a new avatar? Well, it's quite different. You know, it's quite different than it was before, like, you know, with the games and everything. But you know, I was traveling especially for this all the way from Europe this morning to see that on a big screen, because personally I did not see all the scenes and everything while filming. We spent a lot of time together, months we spent together abroad filming all this. It's quite emotional, you know, with all the effects and all the things, and especially being together with the production, Vinit, Noble and all the other guys. They make it look so easy and they're doing it so easy. So I'm so happy being part of this project. So how did Vinit convince you to be a deadly villain? Look, with one sentence, let's come with us. And then when you see the people and the crew approaching you and asking and you know, explaining about such a project, of course for me it was immediate yes, and I wanted to be part of this. I hope that the people will like it, because I think there's something new that's refreshing, that has never been done before. And you know, for me it was emotional. Many fans have booked tickets because of you, to watch you on screen. So how does that feel? Yeah, because I think that everybody got cut by surprise, because nobody expected to see me playing a villain in this movie, because we kept it for a long time as a secret, because we were filming that since last year, and during this year abroad, especially being 2.5 months in Georgia. So you know, it took us a lot of work, hard dedication, and you know, it was quite different, I'd say, to play a villain, but I enjoyed every moment, and of course as a villain I'm happy that Noble killed me at the end. Yeah, but you know, when you're in such a project, you don't think it like being in that position. You just want to commit yourself fully with 100% to dedicate all your power and all your qualities to the movie. Of course, when you have director as Vinit and Noble and all the other guys to guide you, to explain you things, everything becomes easy. So I think that we made a good project. Malayalam cinemas on Lalatan Mohanlal has been awarded as Dada
Falke Award, the highest honor actor can ever receive in our country. Have you heard of this, and what's your reaction? Yeah, I've seen that in the past days. Of course, you know, a living legend, a hero of Malayalam movie, a hero of all Malayalis, someone who is loved by all of us. You know, whoever watched the Malayalam movie knows about him. So I'm very excited, and I hope that we'll meet in the next days. See you more movies in future. Yeah, you never know. You never know. It's you know, the life is full of excitement, experiences, and who knows? Maybe we'll see. Thank you. Thank you, guys. Take care. One last question. ഓക്കെ I must admit that both are quite difficult. It's different because you have to commit yourself fully. Look, even in the past a year, I was refusing some offers from the football world because I wanted to be dedicated to this project fully, 100%. It took us months to shoot the movie, you know, together. So both are difficult because you have to expose yourself fully, emotionally, with dedication, concentration, and commitment. So you know, but I liked it. I enjoyed every moment. Actually, coach, you did it very well. Thank you very much. Thank you. If you think so, thank you. I hope that people will enjoy. In a couple of times. I will do everything possible to be here for that game. Take care, guys. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രൊമോഷനും ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഓഡിയൻസ് തിയേറ്ററിൽ വന്ന് കാണണം, എന്നിട്ട് അവർ തീരുമാനിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു പടം. അതാണ് ബേസിക്കലി ഞങ്ങൾ ഒരു കാര്യം റിവീൽ ചെയ്യാത്തത്. വിനീതേട്ടൻ ഈ സിനിമ എവിടെ വെച്ചാ കണ്ടത്? ചെന്നൈയിലാണോ? ഞാൻ വിനീത് മിക്സ് ടൈമിൽ കുറേ ഇരുന്ന് കണ്ടു. ഇന്ന് മിക്കവാറും വിനീത് യു കെയിൽ കാണും. ഞാനിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും കാണാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വിനീത് യു കെയിൽ ഒരു സ്റ്റേജ് ഷോസിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇപ്പോൾ ആള് ലണ്ടനിലാണ്, എണീച്ചിട്ടില്ല. എണീച്ച് ഉടനെ ഇന്ന് സംസാരിക്കാൻ തോന്നുന്നു. എക്സൈറ്റഡും ഞങ്ങൾ അറിയാമല്ലോ. ഇപ്പൊ നിങ്ങൾ ക്യാൻവാസ് ഉണ്ടല്ലോ ഈ പടത്തിന്റെ, അപ്പൊ എല്ലാവരും ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ഒരു പുതിയൊരാളെ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടം എങ്ങനെ എടുക്കണമെന്ന്. നമ്മൾ കോണ്ടന്റിൽ വിശ്വസിച്ചു. കോണ്ടന്റ് ഇസ് ദ കിങ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു റിസ്ക് എലമെന്റ് ഈ പടത്തിൽ ചെയ്യാന്ന് ഓർത്തത്. അതെ, താങ്ക് യു സോ മച്ച്. കാരണം വിനീത് ആദ്യമേ പറഞ്ഞു, നമ്മൾ ഫുൾ ഈ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പ്രൊഡക്ഷനിലായിരിക്കണം. അവിടെ ക്വാളിറ്റി കോമ്പൻസേറ്റ്. ടെക്നീഷ്യൻസ് ആണ് ഈ പടത്തിലെ കിങ്. അപ്പം ടെക്നീഷ്യൻസിന്റെ പടമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ വിനീത് പറഞ്ഞു, നമ്മുടെ ഫുൾ സ്ട്രോങ് ടെക്നീഷ്യൻസ് വെച്ചിട്ട് നമ്മളൊരു പടം ചെയ്യാം. അപ്പോൾ എത്രത്തോളം മലയാളികൾക്ക് അത്, കാരണം ഒരു പടം നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്തെങ്കിൽ ചിലപ്പം ബാക്കി എല്ലാവർക്കും ഒരു ചെയ്യാനൊരു ധൈര്യം കാണും. ആ ധൈര്യമാണ് നമ്മളൊന്ന് ഫ്രണ്ടിലെടുത്തത്. ആശ നോബിളില് ഇതേപോലെ നമുക്ക് പണ്ട് ഇംഗ്ലീഷ് പടത്തിൽ ഇഷ്ടമുള്ള സായിപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അമേരിക്കൻ. അപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സായിപ്പാരെന്ന് ചോദിച്ചാൽ ആശാനായിരിക്കും. ആശാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. അപ്പൊ അങ്ങനെയാണ് ആശാനിലെത്തിയത്. ആശാന്റെ ഫസ്റ്റ് റിഹേഴ്സൽ തന്നെ ആശാൻ ഓക്കെ ആയിരുന്നു വിനീതിന്. അപ്പൊ അതൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സെറ്റിൽ ഇത്രയും ലവബിൾ പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യൻ വേറെ ഇല്ല. ഇപ്പൊ കണ്ട, ഞങ്ങൾ വിളിച്ചു ആശാനെ ഇന്ന് വരുവാന്ന് ചോദിച്ചു. വയനാട് ആൾക്കാം പ്രൊമോഷൻ ഇതേപോലെ കുറെ പേര് ആശാനെ വിളിച്ചിട്ട് നമ്മൾ പേർപ്പസ് ആയിട്ട്, ബിക്കോസ് പടം കണ്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നത്. ഇത് അടുത്തേക്ക് ഇതാ. അതുകൊണ്ടാണ് നോബിളും പ്രൊമോഷൻ ഇറങ്ങാത്തത്, ആശാനും പ്രൊമോഷൻ ഇറങ്ങാത്തത്. ഇനിയിപ്പോ നാളെ തൊട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങിയ തീർച്ചയായും സന്തോഷം. അത് മാത്രം കേട്ടാൽ മതി. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറഞ്ഞത് എല്ലാവർക്കും കൂടി ഇന്ന് പോയി കണ്ട് ഇത് തന്നെ റെസ്പോൺസ് കിട്ടിയാൽ അത് പറഞ്ഞാൽ. അതെ തീർച്ചയായും. അതെ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരുടെയും ഒരു റിയാക്ഷൻ എല്ലാം നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് തോന്നുന്ന കുറേ പോയിന്റ്സ് ഉണ്ടല്ലോ, ഇന്ന സ്ഥലത്ത് ഇത് വരുമായിരിക്കും, അവിടെ എല്ലാം റെസ്പോൺസ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. ഇതൊന്ന് കരകയറി കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം. താങ്ക് യു സോ മച്ച്.